കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. അമ്മേ, അച്ഛൻ ചോദിച്ചാൽ ഞാൻ വിദ്യ ചേച്ചിയുടെ മുറിയിലുണ്ടെന്ന് പറയണേ. അമ്മയോട് പറയുന്നതിനൊപ്പം അപ്പച്ചിയെയും വല്യമ്മച്ചിയും നോക്കി ഒന്ന് ചിരിക്കാനും അവൾ മറന്നില്ല. ആ പറച്ചിലിൽ മഞ്ജുവിന്റെ കണ്ണുകൾ പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് പോയി. വിചാരിച്ച പോലെ തന്നെ കയ്യിൽ ഫോണുണ്ട്. ഉം മഞ്ജു ഒന്ന് മൂളിയതും അവൾ ആ ഫോണുമായി വിദ്യയുടെ മുറിയിലേക്ക് പോയി. ഇവളുടെ ശബ്ദം ഇപ്പോഴും ഇത്രയും പതുക്കെ തന്നെയാണോ? അതോ സ്വന്തം വീട്ടിലെങ്കിലും ഇതിച്ചിരി കൂടുമോ നാത്തൂനെ? വല്ലാത്തൊരു ആകുലത സവിതയുടെ ശബ്ദത്തിലുണ്ടായിരുന്നു. അവൾക്ക് ശബ്ദമൊക്കെയുണ്ട് നാത്തൂനെ. പിന്നെ സാധാ പിള്ളേരെ പോലെ അങ്ങനെ വലിയ ഒച്ചപ്പാടും അലറിവിളിപ്പും ഒന്നുമില്ല. പിന്നെ പൊതുവെ പതിഞ്ഞ ശബ്ദമാണ് അവൾക്ക്. മഞ്ജു രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് ബാക്കി കപ്പ കൂടി പൊളിക്കാൻ തുടങ്ങി. പണ്ടും ഇവൾ ഇങ്ങനെ തന്നെ അല്ലായിരുന്നു നാത്തൂനെ. അപ്പൊ ഞാൻ കരുതി വലുതാകുമ്പോൾ കുറച്ചൊക്കെ ചൊടിപ്പിൽ നിൽക്കുമെന്ന്. ഇപ്പോഴും അതുതന്നെയാണ് അവസ്ഥ എന്ന് ഇന്നിപ്പോ കണ്ടപ്പോഴാ മനസ്സിലായത്. ആത്മകഥം പോലെ പറഞ്ഞുകൊണ്ട് സുമ വല്യമ്മച്ചി അടുത്തിരുന്ന കാച്ചിലിന്റെ ഒരു പൂളി കൂടി വെട്ടി മുറത്തിലേക്കിട്ടു. ഇതിപ്പോ ചേട്ടൻ തിരക്കിയാൽ മുറിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ എന്താ കാരണം? സാധാരണ ഏട്ടനെ കാണുന്ന വഴിയെ മാറി നിൽക്കുകയാണല്ലോ അവൾ. അത് പിന്നെ സ്കൂളിലെ എന്തെങ്കിലും നോട്ട് ഏട്ടന്റെ ഫോണിൽ വന്നു കാണും നാത്തൂനെ. അടുത്ത ആഴ്ച പരീക്ഷയായതുകൊണ്ട് അവിടെ നിന്നിറങ്ങുമ്പോൾ ബാഗും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കൊച്ച്. ഇനിയിപ്പോ ഇതില് വന്നത് അതിലേക്ക് എഴുതാനുള്ള പോക്കാവും. ഏട്ടന്റെ ഫോണിലാണോ അവളുടെ സ്കൂളിന്റെ ഗ്രൂപ്പൊക്കെ? അല്ല നാത്തൂനെ, അത് എന്റെ ഫോണാണ്. ഏട്ടന്റെ ഫോണ് കംപ്ലൈന്റ് ആയപ്പോൾ ആ സിമ്മും കൂടി എന്റെ ഫോണിലിട്ട് ആളത് ഉപയോഗിക്കുക. ഇനിയിപ്പോ പുതിയൊരെണ്ണം വാങ്ങുന്നത് വരെ ഈ ഫോൺ ഏട്ടന്റെ കയ്യിലാവും. വേറെ വല്ല പിള്ളേരുമായിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ഫോൺ വേണമെന്ന് പറഞ്ഞ് കാറി പൊളിച്ചേനെ. അല്ലേ നാത്തൂനെ? അത് നേരാട്ടോ നാത്തൂനെ. ഇവളുടെ ക്ലാസ്സിലെ എല്ലാ പിള്ളേർക്കും ഫോണുണ്ട്. അന്ന് കൊറോണ സമയത്ത് പഠിപ്പൊക്കെ ഇതിനകത്തായിരുന്നില്ലേ? എന്തിന്, ഇവളുടെ അടുത്ത കൂട്ടുകാരി രമേശ് ചേട്ടന്റെ മോളില്ലേ, രമ്യ, അവൾക്ക് പോലുമുണ്ട്. അത് കണ്ട് ഒരിക്കൽ ഞാൻ ഇവളോട് ചോദിച്ചതാ ഈ ഫോൺ വേണോന്ന്. കാരണം കൊറോണയുടെ സമയത്ത് ഇവക്ക് പഠിക്കാൻ വേണ്ടി തന്നെ വാങ്ങിയ ഫോണായത്. എന്നിട്ട് എന്നിട്ടെന്താ, അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ പിന്നെ ലാൻഡ് ഫോൺ ഉള്ളതുകൊണ്ട് ഞാനും വേണ്ടെന്ന് വെച്ചതാ. അപ്പോഴാ ഈ നോട്ട് വരവൊക്കെ തുടങ്ങിയത്. അപ്പൊ പിന്നെ അങ്ങനെ നോട്ട് വരുമ്പോൾ കൊച്ചിനെ എഴുതാൻ അവൾ ഹാളിലിരുന്ന് ഇത് ഉപയോഗിക്കും. അല്ലാതെ അതിന് ഫോണും വേണ്ട, ടിവിയും വേണ്ട. പിന്നെ ഈ പെങ്കൊച്ച് സമയം പോകാൻ എന്ത് ചെയ്യും? അശോകേട്ടൻ വായനശാലയിൽ മെമ്പർഷിപ്പ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അവിടെ പുതിയ ബുക്ക് വരുമ്പോൾ അശോകേട്ടൻ തന്നെ എടുത്തുകൊണ്ട് കൊടുക്കും. അതിരുന്ന് വായിക്കുന്ന കാണാം. അല്ലെങ്കിൽ പിന്നെ പാട്ട് കേൾക്കും. ഇത്രയൊക്കെയുള്ളൂ അവൾ. പറയുന്നതിനൊപ്പം തന്നെ ബാക്കി ചേനയും ചെത്തി അവർ കൂട്ടത്തിലിട്ടു. ഇന്ന് രാത്രിയിൽ കഞ്ഞിയും പുഴുക്കുമാണ്. അതിന്റെ തത്രപ്പാടിലാണ് അകത്തെ പെണ്ണുങ്ങൾ. ഞാൻ ഇവിടെ ഇരുന്ന് എഴുതിയാൽ വിദ്യേച്ചിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? ടേബിളിൽ ഇരുന്ന് പഠിക്കുന്ന വിദ്യയുടെ അടുത്തേക്ക് ചെന്നതെന്നാണ് ആമ്പിളി ചോദിച്ചത്. എന്റെ മോൾ ഇവിടുന്ന് പഠിച്ചാൽ എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഒട്ടുമില്ല. അവളെ അടുത്തേക്ക് പിടിച്ചിരുത്തി തലയിലൂടെ വിരൽ കോതി വിദ്യ ഒരുപാട് വാത്സല്യത്തോടെ അവളെ നോക്കി. ചേച്ചിക്ക് ഒരുപാട് പഠിക്കാനുണ്ടോ? ഉം. മോൾക്കോ? നിറയെ. അടുത്ത ആഴ്ച എക്സാം ആണ്. ആഹാ, അപ്പൊ അതാണോ ബാഗുമൊക്കെ ആയിട്ട് വന്നത്? ഉം. എങ്കിൽ മോള് പഠിച്ചോ കേട്ടോ. ഉം. ആ പിന്നെ മോളുടെ ഫിസിക്സിന്റെ പേടിയൊക്കെ മാറിയോ? ചേച്ചി ചോദിച്ചതും അവളുടെ മനസ്സിലേക്ക് ഏതിന്റെ മുഖം ഓടിയെത്തി. ഉം. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ ഫിസിക്സിന്റെ നോട്ടെടുത്ത് എഴുതാൻ തുടങ്ങി. നോട്ട് ഏതാണ്ട് എഴുതി തീരാറായപ്പോഴാണ് ആംബൽസ് എന്ന് ഉറക്കെയുള്ള വിളി തളത്തിൽ നിന്ന് കേട്ടത്. വന്നിട്ടുണ്ട് നിന്റെ ചേട്ടന്മാർ. എന്റെ പൊന്നു മോള് വേഗം അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. അല്ലാതെ രണ്ടും കൂടി നിന്നെ തിരക്കി ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ ചുവടെടുക്കേണ്ടി വരും. ഒപ്പം എന്റെ പഠിത്തവും ഗോവിന്ദയാക്കും രണ്ടൂടെ. അതുകൊണ്ട് ചേച്ചിയുടെ പൊന്നു മോള് അവന്മാരിങ്ങ് എത്തും മുന്നേ ഒന്ന് പോയേ. ചേച്ചിയുടെ ദയനീയമായുള്ള പറച്ചിൽ കേട്ടതും ആമ്പലിന് ചിരിയാണ് വന്നത്. വിനോദേട്ടൻ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ വിഷ്ണു ചേട്ടൻ ആകെ ഒരു കലപിലയാണ്. അവൾ വിദ്യയെ നോക്കി പുറത്തേക്ക് ചെന്നതും വിഷ്ണു അവളെ കോരിയെടുത്തുകൊണ്ട് വട്ടം കറങ്ങിയിരുന്നു. ഏട്ടാ, എടാ പതുക്കെ, കൊച്ചിന് തല കറങ്ങും. കറങ്ങണമല്ലോ. വർഷത്തിന് റേഷൻ പോലെയല്ലേ അവളുടെ വരവ്. കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാനും ഇവനും കൂടി അങ്ങോട്ട് ചെല്ലാറല്ലേ. അല്ലാതെ ഇവൾക്ക് ഇവിടെ ചേട്ടന്മാരെ കാണണമെന്ന് വല്ല ചിന്തയുണ്ടോ? ഞങ്ങൾക്ക് പിന്നെ സ്നേഹമായതുകൊണ്ട്. അപ്പോഴേക്കും വിനോദിന്റെ അടി വിഷ്ണുവിന്റെ തോളിൽ വീണിരുന്നു. എന്താടാ? ദേഷ്യത്തോടെയാണ് അവനെ നോക്കിയതെങ്കിലും അവന്റെ കലിപ്പിച്ചുള്ള നോട്ടം കണ്ട് വിഷ്ണുവിന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു.
എന്താ കാര്യം എന്ന പോലെ നോക്കിയതും അമ്മയുടെയും വല്യമ്മയുടെയും ഒക്കെ മുഖം ഒരുപോലെ തന്നെ. അപ്പോഴേ മനസ്സിലായി പണി പാളിയെന്ന്. നോക്കുമ്പോൾ വിനോദിന്റെ കയ്യിലേക്ക് പിടിച്ച് അവിടെ ഡാം തുടങ്ങിക്കഴിഞ്ഞു. നിന്നോട് ഇങ്ങോട്ട് കേറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേടാ, കൊച്ചിനെ ആവശ്യമില്ലാതെ ഒന്നും പറഞ്ഞ് കയ്യേക്കരുതെന്ന്. വല്യമ്മച്ചി കയ്യിലിരുന്ന് തവി കൊണ്ട് വിഷ്ണുവേട്ടന്റെ കയ്യിൽ തല്ലി. അയ്യോ അമ്മ, ഞാൻ തമാശ പറഞ്ഞതാ. ഈ പെണ്ണ് കിടന്ന് മൂങ്ങുമെന്ന് ഞാൻ അറിഞ്ഞു. തല്ലല്ലേ അമ്മ. വിഷ്ണു നിന്നടുത്ത് നിന്ന് തുള്ളിക്കൊണ്ട് അവൾക്ക് പിറകിലേക്ക് കയറി. വിഷ്ണുവേട്ടനെ തല്ലല്ലേ വല്യമ്മേ. സുമ പിന്നെയും കൈ പൊക്കിയതും അവളെ വിഷ്ണുവിന് മുന്നിലേക്ക് കയറി നിന്നു. പ്ലീസ് അമ്മ, സോറി. സോറിടി. സോറി മോളെ. വല്യേട്ടൻ നിന്നെ ചുമ്മാ കളിയാക്കിയതല്ലേ. അതിനെന്റെ കൊച്ചെന്തിനാ കരഞ്ഞേ? എനിക്ക് നിങ്ങളെ എല്ലാരെയും ഇഷ്ടവാ. അത് ഞങ്ങൾക്ക് അറിയാലോടി ചക്കരെ. വിഷ്ണുവിനൊപ്പം വിനോദം കൂടി ചേർത്ത് നിർത്തി പറഞ്ഞതും അവൾ വിഷ്ണുവിന്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു. എന്റെ പൊന്ന് സിദ്ധു, ഒന്ന് മെല്ലെ പോ. അവിടെ വന്നവരൊക്കെ വീട്ടിൽ തന്നെ കാണും. ഉണ്ണിയുടെ വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മ വിളിച്ച് അമ്മാവനും അമ്മായിയും ആമ്പലും ഒക്കെ വന്ന കാര്യം പറയുന്നത്. അത് ഉണ്ണിയോടും സിദ്ധുവിനോടും പറഞ്ഞ സമയം മുതൽ ചെറുക്കൻ തിരിച്ചു വരാൻ വേണ്ടി ബഹളം വെക്കുകയാണ്. അവസാനം അവിടെയുള്ളവരോട് എന്തൊക്കെയോ പറഞ്ഞ് താനും ഉണ്ണിയേട്ടനും ഇറങ്ങി. അങ്ങോട്ട് വളരെ സമാധാനത്തിൽ വണ്ടി ഓടിച്ചിരുന്നവൻ ഇങ്ങോട്ടുള്ള യാത്രയിൽ വണ്ടി നിലം തൊടിയിച്ചില്ല. സിദ്ധു, എടാ പതുക്കെ ഓടിക്കടാ. അളിയനും പെങ്ങളും കണ്ണടച്ചിരുന്നു. എന്തായാലും ഈ വണ്ടി ഇതിലും പതിയെ പോവില്ല. അവരെ നോക്കി ഒരു കണ്ണിറുക്കി ചിരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ മുഴുവനും ആമ്പലുവിന്റെ മുഖമായിരുന്നു. എടി കണ്ണു തുറന്നോ കേട്ടോ. തുറക്കാനോ? നമ്മളിത് എവിടെ ഉണ്ണിയേട്ടാ? സ്വർഗത്തിൽ പോകേണ്ട പോക്ക നിന്റെ ആങ്ങള ഓടിച്ചതെങ്കിലും ഇവന് തന്തയും തള്ളയും വേണമെന്ന് ദൈവം എഴുതി വെച്ചിരുന്നത് കൊണ്ട് ഇപ്പോഴും നമ്മൾ ജീവനോടെയുണ്ട്. സ്മിതയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ടാ പറഞ്ഞതെങ്കിലും അരിശം മുഴുവനും അളിയനോടായിരുന്നു. വീട് എത്തിയല്ലേ? ജീവനോടെ എത്തിയെന്ന് പറയടി. ഈ തവണ കൊട്ടുകൊടുത്തത് സിദ്ധുവിന്റെ നേരെ നോക്കിയാണ്. അളിയന്റെയും പെങ്ങളുടെയും ചീഞ്ഞ കോമഡി കഴിഞ്ഞെങ്കിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ നോക്ക്. ഇത് കൊണ്ടുപോയി മാറ്റിയിട്ട് വേണം എനിക്ക് അകത്തേക്ക് ചെല്ലാൻ. സൗകര്യമില്ല, നീ ഇത്തിരി കഴിഞ്ഞ് പോയാൽ മതി. അവന്റെ ഒരു പായൽ. സ്മിതയുടെ സ്വരം അങ്ങ് മാറി. അതെ, ഞാൻ തന്നെ ഓടിച്ചാലേ വണ്ടി നീങ്ങൂന്ന് എന്നൊന്നുമില്ല. എന്താടാ? അതെ, ഭാര്യയും ഭർത്താവും സമയം പോലെ ഇതിനകത്തിരുന്നിട്ട് എപ്പോഴെങ്കിലും ഇറങ്ങിയാൽ മതി. അളിയ, ചാവി കിടപ്പുണ്ട്. ഇറങ്ങാൻ നേരം വണ്ടി ഒതുക്കിയിട്ടേരെ. പിന്നെ സൂക്ഷിച്ചൊക്കെ വേണം ഇടാൻ, അല്ലെ കാറ് പാടത്ത് കിടക്കും. നല്ലോണം പുച്ഛിച്ചവൻ കാറും വലിച്ചിടച്ച് അകത്തേക്കോടി. സിദ്ധു, നിക്കടാ, ഞങ്ങൾ ഇറങ്ങി. നീ തന്നെ ഇത് അകത്തേക്ക് കയറ്റിയിട്. എടാ, എന്നെ കൊണ്ട് പറ്റില്ല. ഉണ്ണി വിളിച്ചു പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല സിദ്ധു. വണ്ടി ഇത്തിരി മേലേക്ക് നിൽക്കുന്നിടത്ത് വേണം കയറ്റിയിടാൻ. ഉണ്ണിക്ക് അതിനങ്ങോട്ട് എക്സ്പീരിയൻസ് പോരാ. സൗകര്യമൊക്കില്ല. ഭാര്യയും ഭർത്താവും ഉന്നി തള്ളിയിട്ടോ. പറയുന്നതിനൊപ്പം തന്നെ അവൻ വീടിനുള്ളിലേക്ക് പാഞ്ഞിരുന്നു. സ്മിതേ, ഇതെന്താടി സാധനം? ചെക്കൻ നിലത്തും ആകാശത്തുമൊന്നും അല്ലല്ലോ. അമ്മാവനെയും അമ്മായിയെയും കാണാൻ മരുമോൻ എന്താ ഇത്രയും ഉത്സാഹം? ആ ചോദ്യത്തിന്റെ ഉള്ളറയിലെ സംശയങ്ങൾ സ്മിതയ്ക്കും മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. അവളൊന്ന് തലകുലുക്കി. എനിക്കും ചില സംശയങ്ങൾ ഇല്ലാതില്ല കേട്ടോ. പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറപ്പിക്കാൻ വയ്യ. എന്തായാലും അകത്തോട്ടല്ലേ പോകുന്നത്, നോക്കാം. പറയുന്നതിനൊപ്പം തന്നെ സ്മിത കുഞ്ഞുണ്ണിയെ വിളിച്ചുണർത്തി കാറിൽ നിന്നും പുറത്തിറങ്ങി. ഉണ്ണിയേട്ടൻ ഇനി ഇത് കേറ്റിയിട്ടിട്ടേ വരുന്നുള്ളോ? സംശയത്തോടെ നോക്കിയത്. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ലടി. ആ ഏറ്റത്തിലോട്ട് കയറുമ്പോൾ വണ്ടി എന്റെ കയ്യിൽ നിൽക്കില്ല. നീ ഒരു കാര്യം ചെയ്. ചെന്ന് വിഷ്ണുവോ വിനോദോ അവിടെയുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി വരാൻ പറ. എന്തായാലും സ്വന്തം അളിയൻ വരില്ല. അപ്പൊ പിന്നെ അവരേ ഉള്ളൂ ആശ്രയം. ഗതികെട്ട രീതിയിലാണ് അവന്റെ പറച്ചിൽ. അവന്റെ ആ വിഷമം കണ്ട് മുഷിവോടെയാണ് സ്മിത കുഞ്ഞുമായി അകത്തേക്ക് കയറിയത്. സൂക്ഷം ചെന്നുപെട്ടത് മഞ്ജുവിന്റെയും അശോകിന്റെയും മുന്നിലും. ഞങ്ങള് മോൾ എന്തേന്ന് തിരക്കുകയായിരുന്നു. ആരോട്? മനസ്സിലുള്ള മുഷിവ് വാക്കുകളിൽ പ്രകടമായി തെളിഞ്ഞതും ചോദിച്ച മഞ്ജുവും അത് കേട്ടുകൊണ്ടിരുന്ന അശോകന്റെയും മുഖം അങ്ങ് മാറി. അത് പിന്നെ സിദ്ധുമോൻ വന്നപ്പോൾ. എന്തേലും കൂടി ചോദിക്കുന്നതിന് മുന്നേ മഞ്ജു സംസാരം അവസാനിപ്പിച്ചു. കുഞ്ഞുണ്ണിയുടെ തലയിൽ ഒന്ന് മേടിക്കൊണ്ട് അശോകനും അവളെ നോക്കാതെ ജേഷന്റെ അടുത്തേക്ക് പോയിരുന്നു. സിദ്ധുവിനെ കണ്ടപ്പോൾ മോളെയും മരുമോനെയും സ്വീകരിക്കാനായിട്ട് പുറത്തേക്ക് വന്ന സഹദേവന്റെയും സവിതയുടെയും മുഖം സ്മിതയുടെ ആ പറച്ചിലിൽ തന്നെ വിളറി വെളുത്തുപോയി. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതുപോലെ പ്രകടിപ്പിക്കുന്ന സ്വഭാവമാണ് സ്മിതയുടെ. അത് പലപ്പോഴും ഇങ്ങനൊക്കെ തന്നെയാണ്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടുന്നവരോട് അവളുടെ ആ പ്രതികരണം സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് സ്മിത ദേഷ്യത്തോടെ മകനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. പോകുന്നതിനൊപ്പം തന്നെ വിഷ്ണുവേട്ടനെയോ വിനോദിനെയോ താഴേക്ക് പറഞ്ഞുവിട്. ഉണ്ണിയേട്ടൻ കാർ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നു എന്ന് പറയാനും അവൾ മറന്നില്ല.
അത് പിന്നെ നാത്തൂനെ, ചിലപ്പം ഉണ്ണിയുടെ വീട്ടിൽ അവന്റെ പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ. അവരോടും എന്തെങ്കിലും ഒന്നും രണ്ടു പറഞ്ഞ് മുഷിഞ്ഞിട്ടാവും ഇറങ്ങിയത്. അതിന്റെ ഒരു രീതിയിൽ അവൾ പറഞ്ഞതാകും കേട്ടോ. നാത്തൂനും പെൺമക്കളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. മോള് കാണിച്ച അഹങ്കാരം വളരെ മാന്യമായി പെൺമക്കളുള്ള എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകും എന്നുള്ള രീതിയിൽ അഞ്ചു ചേച്ചിയും കൂടി ഉൾപ്പെടുത്തി സവിത അങ്ങ് പറഞ്ഞു വെച്ചു. ആ നേരം സ്മിതയുടെ പ്രവൃത്തി ഓൾറെഡി ഇഷ്ടമാകാത്ത വിജയൻ വല്യച്ഛനും സുമ വല്യമ്മച്ചിയും ഈ വെളുപ്പിക്കൽ കൂടി കേട്ടതും കൂടുതൽ ദേഷ്യത്തോടെ സഹദേവനെയും സവിതയെ നോക്കി. പക്ഷെ അതൊക്കെ ചിരിച്ച് ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലാത്ത രീതിയിൽ സവിത എല്ലാവരെയും നോക്കി കളി പറയാനും ചിരിക്കാനും ശ്രമിച്ചു. ഈ സമയത്ത് വന്നു കേറിയ പാടെ ആമ്പലിനെ കാണാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ മുറിയിലൂടെ തെക്ക് വടക്ക് നടക്കുകയായിരുന്നു സിദ്ധു. ഓടിപ്പാഞ്ഞെത്തി അകത്തേക്ക് കയറിയതും ആദ്യം കണ്ടത് അമ്മാവനെയും അമ്മായിയെയായിരുന്നു. സന്തോഷത്തോടെ അവരോട് ചെന്ന് വിശേഷം തിരക്കി. അവരുടെ വിശേഷം കുഞ്ഞു വാക്കുകളിൽ തീർന്നതും അവൻ തിരക്കിയത് ആമ്പലിനെ പറ്റിയായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് വിദ്യയുടെ കൂടെ അവൾ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്ന്. കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നെങ്കിലും അത് മറച്ചു വെച്ചിട്ട്, ഇത്രയും ഇരുട്ടിയില്ലേ, അവരെ താൻ പോയി കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതിന് മുന്നെയാണ് വലിയമാമൻ പറയുന്നത് പോകണ്ട, ഒപ്പം വിനോദേട്ടനും പോയിട്ടുണ്ടെന്ന്. ദേഷ്യം വരാതിരിക്കുമോ? അത്രത്തോളം ആഗ്രഹിച്ചാണ് പാടി പഠിച്ച് ഈ സ്പീഡിൽ ഓടിപ്പിടിച്ചു വന്നത്. അപ്പോതാ ഇങ്ങനെ. നീ ഇതുവരെ കുളിക്കാൻ പോയില്ലേ ചെറുക്ക? ചായയുമായി അകത്തേക്ക് വരുമ്പോൾ അവരൽപ്പം ദേഷ്യത്തോടെയാണ് അവനോട് ചോദിച്ചത്. ഞാൻ കുളിച്ചോളാം. അല്ല, ഞാനിപ്പോൾ കുളിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? ഒരൊറ്റ ചാടിക്കയറ്റമായിരുന്നു ചെറുക്കൻ. എടാ, നീയും നിന്റെ പെങ്ങളും കൂടെ അവിടെ നിന്നും എന്തുവാ കഴിച്ചിട്ടിറങ്ങിയത്? അവരെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടാ രണ്ടും കൂടി വന്നു കയറിയപ്പോൾ മുതൽ മൂക്കും മോന്തയും കാണിച്ച് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറുന്നത്? മോള് കാണിച്ച ദേഷ്യവും ഇപ്പോൾ മോൻ ചാടിക്കയറുന്നതുമൊക്കെയായിട്ട് സവിതയ്ക്ക് ദേഷ്യം വന്നതും അവരും ഒട്ടും മോശമാക്കിയില്ല. രണ്ടുപേരുമോ? അമ്മയുടെ ദേഷ്യം കണ്ടതും സിദ്ധു ഒന്നടങ്ങി. അതെ, നീയും നിന്റെ പെങ്ങളും. ചേച്ചിയോ? ചേച്ചി ആരോട് ചാടി? വേറെ ആരോട്? നിന്റെ മാമിയോട്. അവൾ വന്ന് കയറിയപ്പോൾ നാത്തൂൻ സന്തോഷത്തോടെ വിശേഷം ചോദിച്ചതാ. നിന്റെ പെങ്ങള് മുഖം വലിച്ചിറക്കി എന്ത് രീതിയിലാണെന്നോ അവരോട് സംസാരിച്ചത്. ശേ, മകൾ ചെയ്ത പ്രവൃത്തിയിൽ അത്രയും നാണക്കേട് തോന്നിയ പോലെ അവര് കട്ടിലേക്കിരുന്നു. സ്മിത ചേച്ചി എന്തിനാ അങ്ങനെ കാണിച്ചത്? നീ പോയി നിന്റെ പെങ്ങളോട് ചോദിക്ക്. ഞാൻ എന്തൊക്കെ പറഞ്ഞാണെന്നോ ആ സമയം ഒന്ന് പിടിച്ചു നിന്നത്. വർഷം ഒന്നാകുന്നു അശോകേട്ടനും നാത്തൂനും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ട്. വന്നപ്പോൾ എല്ലാരും കൂടി ഒരുപാട് സന്തോഷത്തോടെയാണ് പെരുമാറിയത്. അത് മൊത്തം നശിപ്പിച്ചു നിന്റെ പെങ്ങള്. നാത്തൂനെ പിന്നെ എങ്ങനെയും കൊണ്ടുപോകാം. അശോകേട്ടന്റെ മുഖം നല്ല പോലെ മാറിയിട്ടുണ്ട്. ഇനി അവളോട് വല്ലതും മിണ്ടുമോന്ന് കണ്ടറിയണം. ഷേ, ഈ ചേച്ചി എന്ത് പരിപാടിയാ കാണിച്ചേ? മാമന് ദേഷ്യമായിട്ടുണ്ടാവും. സ്മിതയോടുള്ള ദേഷ്യം അവന്റെ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങി. കാരണം ആമ്പലിന് അവളുടെ അച്ഛൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോൾ ആളുടെ മനസ്സിൽ തോന്നിയ ചെറിയ നെഗറ്റീവ് പോലും അവളെ തന്നിൽ നിന്നും എന്നേക്കുമായി ദൂരെയാക്കുമെന്നൊരു ഭയം ആ നിമിഷം അവന്റെ മനസ്സിൽ ഉറഞ്ഞുകൂടി. ഇതെന്തു പറ്റി അമ്മ? കിങ്ങിണിപ്പൂച്ചയ്ക്ക് കുഴച്ചു വെച്ച ചോറ് ഒരല്പം പോലും തൊട്ടിട്ടില്ലല്ലോ. അതിപ്പോ പൂച്ചയും പൂച്ചയുടെ ഉടയോനും കണക്കാ. രണ്ടിനും ആഹാരം ഇറങ്ങില്ല. ഏതോ ഒരു ഓർമ്മയിൽ പൂച്ചയെ നോക്കി ചിരിച്ചുകൊണ്ട് ടീച്ചർ അകത്തേക്ക് പോയി. പൂച്ചയുടെ ഉടയോനോ? അമ്മ എന്തൊക്കെയാ തലയും വാലുമില്ലാതെ പറയുന്നത്? കാര്യം മനസ്സിലാവാതെ ചെക്കൻ അമ്മയ്ക്ക് പിന്നാലെ ചെന്നു. എന്റെ ഏതു, ഞാൻ നമ്മുടെ ആമ്പലിന്റെ കാര്യമാ പറഞ്ഞേ. ആ കൊച്ചിനും ആഹാരം എന്ന് പറയുന്ന സാധനം വേണം. അപ്പൊ പിന്നെ അവളുടെ പൂച്ച ഇങ്ങനെ ആയില്ലെങ്കിലേ കുറ്റമുള്ളൂ. ടീച്ചർ ചിരിച്ചു. അവരത് പറയുമ്പോൾ അവന്റെ മനസ്സിൽ രാവിലെ ടേബിളിൽ വെച്ച് ആഹാരം കഴിക്കാൻ വിഷമിച്ച് തന്നെ നോക്കിയവളുടെ കണ്ണു നിറച്ചുള്ള മുഖമായിരുന്നു. സത്യമാ, പൂച്ചക്കുട്ടിയെ കഴിക്കാൻ നല്ല മടിയാ. കുഞ്ഞൊരു പുഞ്ചിരിയോടെ അവൻ കണ്ണൊന്ന് ചിമ്മി. ഫോൺ നിന്റെ കയ്യിലായിരുന്നോ ആമ്പലു? അതെന്തായാലും നന്നായല്ലോ. അല്ലെങ്കിൽ പിന്നെ മാമനോട് പറഞ്ഞ് അത് മാമിയുടെ കയ്യിലെത്തി അവിടുത്തെ ചോദ്യോത്തര പങ്ക്തി കഴിഞ്ഞ് നിന്റെ കയ്യിലെത്തുമ്പോഴേക്കും എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള ആ മൂടെ അങ്ങ് പോയേനെ. അല്ലപ്പാ, ഈ ഫോൺ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? എടി ആമ്പലു. എന്തോ? അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി വെച്ചിട്ട് പോയെന്ന്. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ആണോ? ഞാൻ അറിഞ്ഞില്ല. രമ്യ അവളെ കളിയാക്കിയിട്ടും പെണ്ണിനത് മനസ്സിലായില്ല. എന്റെ പൊന്നു ആമ്പലു, ഇത്രയും നേരം ഞാൻ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നീ ഉത്തരം തന്നോ? നീ എന്താടി ഇങ്ങനെ? അത് പിന്നെ മറുപടി പറയണമെങ്കിൽ നീ എവിടെയെങ്കിലും ഒന്ന് നിർത്തണ്ടേ? ഇതിപ്പോ മലവെള്ളപ്പാച്ചിൽ പോലെ തുരുതുര ഒഴുകി തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യാനാ? ട്രൂ.
അത് സത്യമായതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു. ഇനി കുറച്ചു നേരം ഞാൻ മിണ്ടാതിരിക്കാം. അപ്പൊ പൊന്നുമോള് ഞാൻ ചോദിച്ച ഓരോ ചോദ്യത്തിന്റെയും ഉത്തരമിങ്ങി തന്നേ. ഉം മൂളിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് തലമുടി വലിയുന്ന പോലെ തോന്നിയത്. ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വിദ്യേച്ചി. വൈകിട്ട് കുളിച്ചു പോയതുകൊണ്ട് മുടിത്തുമ്പ് കെട്ടിയാണ് ക്ഷേത്രത്തിന്റെ അകത്ത് കയറിയത്. ഇതിപ്പോ ആ തുമ്പൊക്കെ അഴിച്ചിട്ട് മുടി വിടർത്തുകയാണ് ചേച്ചി. എങ്കിലും കിടക്കു മുന്നേ അതൊന്ന് ഉണങ്ങി കിട്ടു. അവള് അനുസരണയോടെ ചേച്ചിയുടെ മുന്നിൽ അങ്ങനെയേ ഇരുന്നു കൊടുത്തു. ഇത്തിരി നേരം കൊണ്ട് ചേച്ചി വിരലുകൾ കടത്തി മുടിയിലെ കെട്ടെല്ലാം കളഞ്ഞു. എടി നീ വീണ്ടും മ്യൂട്ട് അടിച്ചോ? ഹലോ ഹലോ ഹലോ. അടങ്ങ് രമു. വിദ്യേച്ചി മുടി ചിക്കിയിടുവായിരുന്നു. ചിക്കിയിടാൻ നീ ഇപ്പോഴെങ്ങാനും മുടി അടിച്ചിട്ട് പുറത്തു പോയോ? കുടുംബക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. വിദ്യേച്ചി. ഫോണിൽ കൂടി രമു കൂവുകയായിരുന്നെങ്കിൽ പോലും സ്പീക്കർ വോളിയം കൂടുതൽ കാരണം വിദ്യ അവളെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ രമ്യ, പറഞ്ഞോടി, ഞാൻ കേട്ടോണ്ടിരിക്കുക. ഇങ്ങളിങ്ങനെ കേട്ടോണ്ടിരുന്നോ? ആ സമയത്ത് വല്ല ചെക്കന്മാരെയും വലിച്ചു കെട്ടി കല്യാണം കഴിക്കാൻ നോക്കി വിദ്യേച്ചി. എടി എടി കുരുപ്പേ, നീ കൊള്ളാലോ. അതെനിക്കറിയാം. എന്ത് ഞാൻ കൊള്ളാമെന്ന്? ഈ പെണ്ണിന്റെ നാവിന് ഒരു കുറവുമില്ല അല്ലേ മോളെ? ആമ്പലി ഒന്ന് ചിരിച്ചതും വിദ്യ മുടി ആകെ ചീകി കൊടുത്തിരുന്നു. മോളൊരു കാര്യം ചെയ്, പുറത്തേക്കിരുന്ന് സംസാരിക്ക്. ചേച്ചി പഠിക്കട്ടെ കേട്ടോ. പഠിത്തക്കാര്യത്തിൽ വിദ്യ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. അകത്തിരുത്തി ഇവളുമായി സംസാരിക്കാൻ തുടങ്ങിയാൽ തന്റെ പഠിത്തം മുടങ്ങും എന്ന് കരുതിയാണ് അവൾ കൊച്ചിനോട് പുറത്തേക്കിരിക്കാൻ പറഞ്ഞത്. അത് മനസ്സിലായ പോലെ അവൾ ഫോണും ചെവിയിൽ വെച്ച് പുറത്തേക്കിറങ്ങി. മുറങ്ങയിൽ നിന്നും ഇറങ്ങിയോടി. നീ പറഞ്ഞില്ലല്ലോ ഫോൺ എങ്ങനെ നിന്റെ കയ്യിൽ വന്നെന്ന്. അത് പിന്നെ ഗ്രൂപ്പിൽ ലാബിൽ ചെയ്തതിന്റെ വീഡിയോ വന്നില്ലായിരുന്നോ? ഒപ്പം നോട്ട്സും. അത് കണ്ടപ്പോൾ അച്ഛൻ ഫോൺ തന്നതാണ്. ഞാൻ ബുക്കും എടുത്തായിരുന്നല്ലോ വന്നത്. അപ്പൊ പിന്നെ അതൊന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാമെന്ന് വെച്ചു. അപ്പോഴേക്കും അവൾ ഫോണുമായി തളത്തിലെത്തിയിരുന്നു. ചെവിയിൽ ഫോണും വെച്ച് ചെറിയൊരു പുഞ്ചിരിയോടെ വരുന്നവളെ മഞ്ജു അമ്മയും സുമ വല്യമ്മച്ചിയും സവിതപ്പച്ചിയും ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരും തന്നെ നോക്കുന്നുണ്ടെന്ന് കണ്ടതും അവൾ ചുണ്ടൊന്ന് വിടർത്തി. കുഞ്ഞമ്മേ, ദേ നമ്മുടെ ആമ്പലു കാമുകനുമായി സൊള്ളുന്നു. എന്താ പെണ്ണിന്റെ സന്തോഷം എന്നൊന്ന് നോക്കിയേ. വിഷ്ണു പൊട്ടിച്ച പടക്കത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി. കാമുകനോ? ആരാ ആമ്പലു ഫോണിൽ? ദേഷ്യത്തോടെ മഞ്ജു ചോദിച്ചതും ആമ്പലിന്റെ മുഖം വിളറി. മഞ്ജു. അശോകന്റെ ഒറ്റ വിളിയിൽ മഞ്ജു അങ്ങ് വല്ലാതെയായി. എന്റെ കുഞ്ഞമ്മേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. വന്ന് കുഞ്ഞമ്മയുടെ ഒരു തമാശ പോലും പറയാൻ വയ്യ. ഇത്തിരിയില്ലാത്ത പെണ്ണിനാ ഇനി കാമുകൻ. കുഞ്ഞമ്മയുടെ ഒരു കാര്യം. അവൻ ചിരിച്ചുകൊണ്ട് മഞ്ജുവിനെ തോളിൽ ഒന്ന് തട്ടിയതും എല്ലാവരും അതിനെ തമാശയാക്കി. രമ്യയാണോ മോളെ? വിതുമ്പാൻ തുടങ്ങുന്ന മകളെ നോക്കി അശോകൻ കണ്ണ് ചിമ്മി കരയരുതെന്ന് തലയാട്ടിയതും അവൾ പെട്ടെന്ന് മുഖം സന്തോഷമാക്കാൻ ശ്രമിച്ചു. അച്ഛന്റെ ചോദ്യത്തിന് മൂളിയതും ഫോണിനപ്പുറം രമ്യയാണെന്നറിഞ്ഞതും ഫോൺ അവൻ തട്ടിപ്പറിച്ചു. നിനക്ക് വട്ടുണ്ടോടി? പോകുന്നിടമെല്ലാം ബുക്കും കൊണ്ട് എഴുന്നള്ളിക്കാൻ. ചെവിയിലേക്ക് വെച്ചതേ വിഷ്ണു കേൾക്കുന്നത് അതാണ്. വട്ട് എന്റെ പെങ്ങൾക്കല്ല, നിനക്കടി ചൊറുത്തവളെ. തന്റെ ചെവിയിലിരുന്ന ഫോൺ നിമിഷം കൊണ്ട് എങ്ങനെയാണ് വിഷ്ണുവേട്ടന്റെ കയ്യിലേക്ക് എത്തിയതെന്ന് ആമ്പലിന് മനസ്സിലായതേയില്ല. ഒപ്പം അവന്റെ അലറലും. ഫോണിൽ കൂടി വിഷ്ണുവിന്റെ ശബ്ദം കേട്ടപ്പോഴേ രമ്യയ്ക്ക് മനസ്സിലായി അവൻ മനഃപൂർവ്വം അടിയുണ്ടാക്കാൻ വേണ്ടി ആമ്പലിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയതാണെന്ന്. ചൊറുത്തവൾ ഞാനല്ലടോ, താൻ കെട്ടാൻ പോകുന്നവൾ. അവൾ വിഷ്ണുവിനെ കേട്ടതും പെണ്ണും വിട്ടുകൊടുത്തില്ല. എടി എടി, ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ പെണ്ണിനെ പറ്റി അഹങ്കാരം എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ താൻ എന്ത് ചെയ്യുമിടോ? എന്റെ മുന്നിൽ വന്നത് പറഞ്ഞു നോക്ക്, അപ്പൊ ഞാൻ കാണിച്ചു തരാം. പിന്നെ തന്നെ കാണാൻ ഞാനിനി ആ പട്ടിക്കാട്ടിലോട്ട് വന്നാലല്ലേ. നോക്കിക്കോടി, നിന്നെ ഏതെങ്കിലും പട്ടിക്കാട്ടുകാരനെ കൊണ്ട് കെട്ടിക്കുമടി. അതിന് തന്നെ കെട്ടാൻ ഞാൻ വരുന്നില്ലല്ലോടോ വിഷ്ണുവേട്ടാ. നീ ഈ ലോകത്തെ അവസാന പെണ്ണാണെങ്കിൽ പോലും ഞാൻ നിന്നെ കെട്ടത്തില്ലടി കുട്ടിത്തേവാങ്ങേ. അല്ലെങ്കിലും തന്നെ പോലെ ഈർക്കിൽ കമ്പിനെയൊക്കെ ആര് കെട്ടുവടോ? എടി 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 എടി. ഈർക്കിലി എന്നുള്ളത് വിഷ്ണുവിന്റെ ഇരട്ടപ്പേരായിരുന്നു. ഒരു പ്രായം വരെ ഏട്ടൻ അങ്ങനെ തന്നെയാണ് ഇരുന്നത്. ഇപ്പൊ പിന്നെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ആളുടെ ശരീരം ഫിറ്റായിട്ടുണ്ട്. പക്ഷെ എന്നാലും രമുവിന് ഏട്ടനെ കാണുമ്പോൾ ഈർക്കിലി എന്ന് വിളിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏട്ടന് ഈ ഭൂമി മലയാളത്തിൽ ഒരൊറ്റ ശത്രുവേയുള്ളൂ, അത് നമ്മുടെ രമുവാണ്. കൂടുതൽ കീറിയങ്ങ് എടി വിളിച്ച് കളിക്കല്ലേ. മൂക്കിൽ പല്ല് കിളിച്ച് കിളവനായിട്ടും ചുമ്മാതല്ലടോ തനിക്ക് പെണ്ണ് കിട്ടാത്തത്. എടി നത്തെ, നിന്നെ ഉണ്ടല്ലോ. അവരെ കേട്ട് അന്തം വിട്ടുവരുന്നവരുടെ കൂട്ടത്തിൽ കുടുംബത്തിലുള്ള ഏകദേശം എല്ലാവരും ഉണ്ടായിരുന്നു. ആരാ? രമ്യയാണോടി അപ്പുറം? അതുവരെ അവിടെ ഇല്ലായിരുന്ന വിനോദേട്ടൻ വന്ന് അവൾക്ക് അരികിലിരുന്നു കൊണ്ട് ചോദിച്ചു.
തുടങ്ങിയതേ ഉള്ളൂ അതോ തീരാറായോ? അറിയില്ല ഏട്ടാ. നിരാശയോടെ പറയുന്ന പെങ്ങളെ വിനോദ് തോള് ചേർത്ത് പിടിച്ചു. ഒന്ന് നിർത്തടാ വിഷ്ണു. നിന്റെ പെങ്ങളുടെ പ്രായത്തിലുള്ള കൊച്ചുമായിട്ട് അടിയുണ്ടാക്കാൻ പോകുന്നത്. നാണമില്ലേടാ നിനക്ക്? എന്റെ അച്ഛാ, അവൾ ഇവളുടെ പ്രായമാണെങ്കിലും നാക്കങ്ങ് കാസർഗോഡാ. കഴിഞ്ഞ വെട്ടുമ്പോ ഞാൻ ഇവൾക്ക് ഓങ്ങി വെച്ചതാണ്. ഇന്നത് തീർത്തു കൊടുത്തിട്ടേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് വിഷ്ണു ഫോണുമായി പുറത്തിറങ്ങി. എന്റെ പൊന്നു സുമേ, നിനക്കെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ? ഉവ്വ, ഞാൻ പറഞ്ഞാൽ കേൾക്കും. എപ്പോ അതുങ്ങൾ രണ്ടും കണ്ടാലും ഇതൊക്കെ തന്നെയല്ലേ. ഇതിപ്പോ ഉത്സവത്തിന് കൂടുന്നത് നേരത്തെ കൂടിയെന്ന് കരുതിയാൽ മതി. സ്ഥിരമായി കാണുന്ന കലാപരിപാടി ആയതുകൊണ്ട് മറ്റുള്ളവരെല്ലാം അത് കേട്ട് ചിരിച്ചകത്തേക്ക് കയറിപ്പോയി. ഇന്ന് നിന്റെ കൂട്ടുകാരിയെ ഏട്ടൻ കൊല്ലും കേട്ടോടി. അവള് വിഷ്ണുവിനെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. പതിയെ ചിരിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞതും അടുത്താരോ ഇരിക്കുന്ന പോലെ തോന്നിയാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. തന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണൊന്ന് വിടർന്നു. ഒപ്പം അത്രയും ചേർന്നിരിക്കുന്നതിന്റെ ഒരു വിറയലും അവളിലാകെ നിറഞ്ഞു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം അഭിപ്രായങ്ങൾ കമന്റായി പറയാനും മറക്കല്ലേ. നന്ദി.